തോപ്പുകൾ എന്ന സാൻഡൽവുഡ് പ്ലാന്റേഷന് നടുവിൽ 1460 ചന്ദന മരങ്ങൾക്ക് നടുവിൽ മഡ് പാക്ക് ഹൗസുകളോടുകൂടി ഇന്ന് ലോകത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് മലയാളികൾ സമർപ്പിക്കുന്ന ടൂറിസം മേഖലയുടെ ഏറ്റവും വലിയ സംഭാവനയായി മാറുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളുടെ ഹെറിറ്റേജ് റിസോർട്ട് പ്രൊജക്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1400 ഏക്കറിൽ ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതോടൊപ്പം തന്നെ അതിൻ്റെ കൃഷിയും കൾട്ടിവേഷനും സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷനും സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 4 പദ്ധതികളും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിന് യോഗ്യമായ ഭൂപ്രകൃതി കണ്ടെത്തി 1400 ഏക്കറിനെ 2 ഏക്കറിനെ 700 പ്രൊജക്റ്റുകളാക്കി മാറ്റി. ആ ഓരോ പ്രൊജക്റ്റിലും 5 സെൻറ്റിൻ്റെ ചെറിയ പ്ലോട്ടുകളാക്കി തിരിച്ച് 28,000 സാധാരണക്കാരെ ചന്ദന കർഷകരാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് നമ്മൾക്ക് സാധിക്കില്ല എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും എനിക്കുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മളുടെ ഒരു മാറ്റാൻ പറ്റാത്ത വിശ്വാസമായിരുന്നു. പക്ഷേ ആ വിശ്വാസം ഇന്ന് തകർത്തെറിഞ്ഞുകൊണ്ട് എനിക്കും കോടീശ്വരനാകാം, ഭൂമി അനുഗ്രഹിച്ച് മണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് നമുക്കും സാധിക്കും എന്നുള്ളതാണ് ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ചേർന്നുകൊണ്ട് 1400 ഏക്കറിൽ 28,000 ചന്ദന കർഷകരെ 28,000 കോടീശ്വരന്മാരാകുന്ന പദ്ധതി. ആ പദ്ധതിയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. റെഡിയല്ലേ? ഓക്കെ, യെസ്. സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ചന്ദന കർഷകരുടെ ഒരു കൂട്ടായ്മ ആയി കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ 2012 സാൻഡൽവുഡ് പ്രൊട്ടക്ഷൻ ബില്ല് കേരളത്തിൽ നിലവിൽ വന്നു. ചന്ദന കൃഷിയെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്നു. അതിനുവേണ്ടി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ സെക്ടർ, സന്നദ്ധ സംഘടനകളെല്ലാം പരമാവധി ശ്രമിച്ച് ഈ 13 വർഷം കൊണ്ട് 13 വർഷം കൊണ്ട് 100ഓളം ചന്ദന കർഷകരെ പോലും ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടല്ലോ ചന്ദന കർഷകരെ? പുതിയ ആളുകളോടാണ് ചോദ്യം. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ സാറേ? ഇല്ല. അപ്പം ഞാൻ പറയാൻ കണക്ക് ശരിയല്ലേ? പക്ഷേ 2023 നവംബർ 16 അനൗൺസ് ചെയ്ത് 2024 5-ാം മാസം 23 1001 തൈകൾ വെച്ച് തുടങ്ങിയ ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിൽ വെറും 1 വർഷം കൊണ്ട് 1000-ലധികം ചന്ദന കർഷകരെ നിർമ്മിക്കാൻ സാധിച്ചു. ഈ വിജയഗാഥയാണ്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഓരോ വ്യക്തികളെയും ഈ വിജയഗാഥ, ഇതിൻ്റെ മാർഗം, ഇതിൻ്റെ ബെനഫിറ്റ് ഇത് അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഓക്കെ, യെസ്. ഞങ്ങൾ യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയാൻ കാരണം ചന്ദന കൃഷിയുടെ സാധ്യതകളെ മനസ്സിലാക്കി ഭാവിയിൽ അതിൽ നിന്ന് ലഭിക്കാനുള്ള വരുമാനത്തെ, അതിൻ്റെ ആദായത്തെ മുന്നോട്ട് പോയാലേ കാര്യമുള്ളൂ. കാരണം വളരെ ഗഹനമായ വിഷയമാണ്. കാരണം നിങ്ങൾക്കിത് മനസ്സിലായാൽ മാത്രമാണ് ഇനി കടന്നു വരുന്ന സെക്ഷൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം ഉറപ്പിച്ചു, നമ്മുടെ പൈതൃകമാണ്. ആ പൈതൃകത്തിന് എന്തുണ്ട്? ഒരു വലിയ സാധ്യതയുണ്ട്. പണം കായ്ക്കുന്ന മരങ്ങൾ നമുക്കും വാങ്ങാം, നടാം, ഇലയൊഴികെ എല്ലാം വിൽക്കാം. കിലോയ്ക്ക് 20,000 രൂപ. ഒരു മരം വെട്ടിവെക്കുന്നത് ക്യൂബിക്കടിക്കല്ല, കിലോയ്ക്ക് തൂക്കി ഇലയൊഴികെ ബാക്കിയെല്ലാം വിൽക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഒരു വർഷം 2000 ടൺ ആവശ്യമുണ്ട്. പക്ഷെ ഉൽപ്പാദനം എത്രയേ ഉള്ളൂ? വെറും 100 ടൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കൃഷിക്കാരന് ഇതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കാൻ അവൻ എന്ത് മനസ്സിലായി? ഇതൊരു സാധ്യതയുണ്ട്, അവൻ്റെ മുമ്പിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
എങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ ഇന്ന് ലോകത്തിലെ സ്വാഭാവിക ചന്ദനക്കാടായി നിലനിൽക്കുന്ന സ്ഥലം, സ്വാഭാവിക ചന്ദനക്കാട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ മറയൂരും വയനാട് ജില്ലയിൽ പുൽപ്പള്ളി കാടുകളുമാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന സാൻഡൽ വുഡ് പ്രൊഡക്റ്റുകളാണ് ലോകത്തിൽ നമ്പർ 1 എന്ന് മരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി IWST സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി അല്ലേ, റബ്ബർ മേടിക്കാൻ MRFകാർ ബ്രസീലിലേക്ക് പോയതുപോലെ എത്ര സപ്ലൈ വന്നാലും എവിടെ വരും ആൾക്കാർ? ഇവിടെ നമ്മുടെ അടുത്ത് വരില്ലേ? ഓക്കെ, ദാറ്റ് ദ മാർക്കറ്റ് ഡിമാൻഡ്. സപ്ലൈ കൂടിയാലും എന്തുണ്ടാകും? നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാകും. യെസ്, അങ്ങനെ ഡിമാൻഡുള്ള ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ ഇനി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം.